ഞാൻ പറഞ്ഞത് സത്യം അമ്മേ. അത് നമ്മളെക്കാൾ നന്നായി ഇവൻ അറിയാം. അതല്ലേ ഇവൻ മിണ്ടാതെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് മീര ബിൽഡേഴ്സ് ഇവൻ തുടങ്ങിയത് തന്നെ മീരയെ കണ്ടിട്ടാണെന്നാ. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തിനാ ഇവളോട് തർക്കിക്കുന്നത്? ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അത് ഇവളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുന്ന എന്തിനാ? നീ എത്ര വലിയ ആളായാലും മീരയ്ക്ക് മുന്നിൽ നീ ഒന്നുമല്ല. സത്യത്തിൽ മീര എന്റെ നാത്തൂനായി കിട്ടിയതില് എനിക്ക് നല്ല അഭിമാനം തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ഇത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വന്നപ്പോ അവൾ ഇവിടെ ഇല്ലാതെ പോയല്ലോ. ആ സാരയില്ല, പെട്ടെന്ന് വരുമല്ലോ, അപ്പൊ കൊടുക്കാം. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. മീര, ഞാൻ ലേറ്റ് ആയല്ലോ അല്ലേ? ഇല്ല, വീട്ടിൽ ചെന്നപ്പോ വിശാലട്ടൻ പുറത്തുപോയി എന്നറിഞ്ഞതുകൊണ്ടാ ഞാൻ വിളിച്ചത്. ഇവിടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ നേരിൽ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നും. എന്താ മീര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം വിദ്യയുടെ കാര്യം തന്നെയാ. വിദ്യ ഈ അവസ്ഥയിൽ തുടരാൻ അനുവദിക്കരുത് വിശാലേട്ട. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അവളെ ഇങ്ങനൊരു അവസ്ഥയെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സൂരജ് ഒരാളാണ് വിദ്യക്കുള്ള മെഡിസിൻ. എവിടെയാണെന്നോ എന്താണെന്നോ അറിയാതെ നമ്മൾ എങ്ങനെ സൂരജിനെ കണ്ടെത്തും? അത് ശരിയാ. പക്ഷേ അങ്ങനെ നമ്മളൊരു ലാഘവം കാണിച്ചാൽ നമുക്ക് നഷ്ടമാവുന്നത് വിദ്യയാണ്. അത് പാടില്ല. മീരയ്ക്കറിയാലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് അമ്മയും വിദ്യയെ ഓർത്തിട്ടാ. എന്നാൽ കഴിയും വിധം ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അയ്യോ, ഞാൻ വിശാലേട്ടനെ കുറ്റം പറഞ്ഞതല്ല. വിശാലേട്ടൻ്റെ കഷ്ടപ്പാടും ഞാൻ കാണുന്നതാ. പക്ഷേ ഈ വിധിക്ക് മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാനും പാടില്ല. സൂരജ് ഒരിക്കൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ തിരിച്ചു വരുമ്പോൾ സൂരജിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് വിദ്യയുടെ അവസ്ഥയായിരിക്കും. ഈശ്വരൻ നമ്മളിപ്പോൾ പരീക്ഷിച്ചിരിക്കുക. ഈ പരീക്ഷണത്തെ നമ്മൾ ഒന്നിച്ചു നിന്ന് നേരിടണം. എന്തിനും ഞാൻ മീരയ്ക്കൊപ്പം ഉണ്ടാവും. എൻ്റെ കുടുംബത്തിൻ്റെ പഴയ സന്തോഷവും സമാധാനവും എനിക്ക് തിരികെ കൊണ്ടുവരണം. അതിന് എന്താ വേണ്ടതെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. വിദ്യ സൂരജിനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഒന്നാണ് നൃത്തം. അതിലൂടെ നമുക്ക് വിദ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ അവൾ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ മീര. എനിക്ക് പ്രതീക്ഷയുണ്ട് വിശാലേട്ടാ. ഞാൻ ഇന്നലെ ഒരു ഡാൻസിന്റെ സോങ് വിദ്യയെ കേൾപ്പിച്ചപ്പോൾ അവളത് ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയതാ. അപ്പൊ അവളുടെ മനസ്സിൽ ഇപ്പോഴും നൃത്തം ഉണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതെ, ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നില്ല. മീര പറഞ്ഞു ശരിയാ. വിദ്യയുടെ മനസ്സിൽ എന്തായാലും നൃത്തത്തോട് സ്നേഹം ഉണ്ടാവും. കാരണം അവൾ ഒരുപാട് ആഗ്രഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത മേഖല അതാണ്. അതെ, മറ്റൊന്നിനോടും പ്രതികരിക്കാതിരുന്ന വിദ്യ ആ ഒരു സോങ്ങിനോട് പ്രതികരിച്ചപ്പോൾ അവളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വിദ്യയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നൃത്തത്തിൻ്റെ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നതാണ്. അതിന് വിശാലേട്ടൻ്റെ സഹായം വേണം. കാരണം വിശാലേട്ടനാണ് ആ വീട്ടിലുള്ളത്. എനിക്ക് വല്ലപ്പോഴും വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. മനസ്സിലായി. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. വിശാലേട്ടനും വിദ്യയും കുറിച്ച് എന്തുമാത്രം സ്വപ്നങ്ങളാവും അമ്മാവനും അമ്മായിയും കണ്ടിട്ടുണ്ടാവുക. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകരുന്നത് കാണുമ്പോൾ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. മുത്തശ്ശിയുടെ കാര്യവും വ്യത്യസ്തമല്ല. സത്യം പറഞ്ഞ് ആ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു വിഷമോ. ഏത് സമയം സന്തോഷം മാത്രം ഉണ്ടായിരുന്ന ഒരു വീടല്ലേ അത്? അത് ശരിയാ. എല്ലാത്തിനും വഴക്കുണ്ടാക്കി വാശി കാണിച്ച് നടന്ന ആളാ അമ്മ. ഇപ്പൊ അമ്മയ്ക്ക് ഒരു വാശിയുമില്ല, അധികം സംസാരവുമില്ല. എപ്പോഴും സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം കാരണം അമ്മയാണെന്ന രീതിയിലാ
എപ്പോഴും സംസാരിക്കുന്നത്. ചില സമയം എന്നെ ചേർത്ത് പിടിച്ച് കരയും. എനിക്ക് മനസ്സിലാവും വിശാലേട്ടാ, അമ്മായി ഒരു പാവാ. നിങ്ങളെ മക്കളോടുള്ള സ്നേഹം കൊണ്ടാ ഓരോ വാശിയും കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് തന്നെ വേണമെന്നുള്ള ചിന്തയായിരുന്നു. സൂരജുമായിട്ടുള്ള വിദ്യയുടെ വിവാഹത്തെ തന്നെ എതിർത്തത് പോലും അവൾക്ക് ആ വിവാഹം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവും എന്ന ചിന്ത കൊണ്ട് മാത്രമോ? അതെനിക്കറിയാം മീര. അതുകൊണ്ടാണല്ലോ അമ്മ ഇപ്പൊ ഇത്രയും വേദനിക്കുന്നത്. സത്യം പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ വലിയ വിഷമം തോന്നും. അവരുടെ സങ്കടം കാണുമ്പോൾ എൻ്റെ നെഞ്ച് തകരുക. മക്കളെ അവരുടെ ഇഷ്ടത്തിന് മാത്രം വളർത്തണമെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യനാ ഞങ്ങളുടെ അച്ഛൻ. എനിക്കും വിദ്യയ്ക്കും എല്ലാ സ്വാതന്ത്ര്യം തന്നതും അച്ഛനാ. പക്ഷെ ഇപ്പോ വിഷമിക്കാതെ, നമ്മൾ ഈ അവസ്ഥയെ നേരിടും. ഇതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. വിദ്യയുടെ കാര്യത്തില് ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് വിശാലേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഇപ്പൊ എനിക്കും ആ പ്രതീക്ഷ തോന്നുന്നുണ്ട് മീര. നമ്മൾ വിദ്യയെ പഴയതുപോലെ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. മീരെ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നെന്നറിയോ? ഞാൻ വിദ്യയെ കാണാൻ പോയത് ചേച്ചി. ആദർശ് പറഞ്ഞിരുന്നു. വിദ്യയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? യാഥാർത്ഥ്യത്തോട് വിദ്യ പൊരുത്തപ്പെട്ടോ? സൂരജിന്റെ മിസ്സിങ് വിദ്യയ്ക്ക് വലിയൊരു ഷോക്കാണ്. ഇപ്പോഴും റിക്കവറായി എന്ന് പറയാൻ പറ്റില്ല. സാവകാശം സ്നേഹത്തോടെ അവളെ മാറ്റിയെടുക്കാനേ പറ്റൂ. മീര വിഷമിക്കാതെ, മീരെ കൊണ്ട് അതിനൊക്കെ സാധിക്കും. സത്യത്തിൽ മീരെ കണ്ടുവേണം എല്ലാവരും പഠിക്കാൻ. കാരണം എല്ലാ കാര്യത്തിലും മീരയ്ക്ക് കഴിവുണ്ട്. എന്നാൽ അതിന്റെ ഒന്നും യാതൊരു അഹങ്കാരമില്ലാത്ത ഒരു സാധു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ തോന്നുന്നത് മീരയുടെ നല്ല മനസ്സുകൊണ്ടാ. മീരയുടെ പകുതി പോലും കഴിവും കാര്യപ്രാപ്തിയും ഇല്ലാത്തവര് അത് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന കാലം ഇത്. ആ സമയത്താ എല്ലാം ചെയ്തിട്ടും അതൊന്നും സ്വന്തം കഴിവല്ല, ദൈവാനുഗ്രഹമാണെന്ന് മീര പറയുന്നത്. ഞാൻ പറയുന്നത് സത്യ. നമ്മൾ മനുഷ്യർ നിസ്സാരരാണ്. ഈശ്വരൻ നമ്മളെ ഉപയോഗിച്ച് ഓരോരോ കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. അതിൽ നന്മ ചെയ്യാൻ നമ്മളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീര ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മീരയുടെ അത്ര മനസ്സിന് വലിപ്പവും എനിക്കില്ല. ആ പിന്നെ മീരയ്ക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? അതെ, ഇതാ സമ്മാനം. ഒരു സാരിയാ. അയ്യോ, എന്തിനാ ചേച്ചി ഇതൊക്കെ വാങ്ങിയത്? എനിക്ക് ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഇതുകൂടി ഇരുന്നോട്ടെ. ഇത് മീരയ്ക്ക് ഇഷ്ടമാവോന്ന് അറിയില്ല. എന്റെ ഇഷ്ടത്തിന് വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം. അതൊന്നും വേണ്ട, എനിക്കിഷ്ടാവും. ചേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ട് വാങ്ങിയതല്ലേ? അതെ, എന്നെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് മീര എന്നെ സഹായിച്ചത്. അതിന് ഇത്രയെങ്കിലും തരണ്ടേ? ഞാനങ്ങനെ വലിയ കാര്യമൊന്നും അല്ലല്ലോ ചെയ്തത്. ഒരു പ്രോജക്റ്റ് ചെയ്ത പരിചയത്തിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറം പ്രത്യേകതയൊന്നും അതിനില്ല. നന്മയുള്ള മനസ്സുള്ളവർക്ക് അതിനെ നിസ്സാരമായിട്ടൊക്കെ തോന്നും. സത്യത്തിൽ എന്നെ ശത്രുവായി കാണേണ്ട ആളാ മീര. അത്രയ്ക്ക് ഞാൻ മീരയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ എന്നോട് നീ സ്നേഹം കാണിച്ചു. എനിക്ക് ചേച്ചിയോട് ഒരു ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എങ്കിലേ ചേച്ചി എന്റെ അനുജത്തിക്ക് തരുന്ന സമ്മാനമായി കണ്ട് ഇത് വാങ്ങ്. മീരയ്ക്കറിയാവോ, ആദർശുണ്ടായ സമയത്ത് എനിക്ക് അനുജൻ വേണ്ട, അനുജത്തി മതിയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞുന്ന് അമ്മ പറയാറുണ്ട്. വളർന്നു വന്നപ്പോഴും എനിക്കൊരു അനുജത്തി വേണമെന്ന് ഞാൻ വാശി പിടിക്കുമായിരുന്നു. എന്റെ ആഗ്രഹം മനസ്സിലാക്കി ഈശ്വരൻ തന്ന സമ്മാനമാണ് മീരയെന്ന് ഞാനിപ്പോ വിശ്വസിക്കുക. ഇനിയെന്നും എന്റെ മനസ്സിൽ നീ എന്നും എന്റെ സ്വന്തം അനുജത്തി തന്നെയായിരിക്കും. ചേച്ചി തന്ന ഈ സമ്മാനത്തെക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് ചേച്ചിയുടെ ഈ വാക്കുകളാ. ഒരു കൂടപ്പിറപ്പിന്റെ സ്നേഹം ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്തോ സൂരജ് എനിക്കത് തന്നില്ല. ഓരോ കാരണത്തിന്റെ പേരിൽ സൂരജൻ എന്നോട് ദേഷ്യമായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ പരിഹാരം പോലെ ഇപ്പൊ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഒരു കൂടപ്പിറപ്പായി എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നു. പക്ഷെ ആ സ്നേഹത്തിനധികം ആയുസില്ലാതെ പോയി. ഇപ്പൊ എവിടാണെന്ന് പോലും അറിയില്ല. അതിന് പകരമായി ഈശ്വരൻ എനിക്കൊരു ചേച്ചിയുടെ സ്നേഹം തരികയാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കാം. ഞാൻ പറഞ്ഞത് സത്യമാ. മീര എനിക്ക് ഇനി നാത്തൂനല്ല, എന്റെ സ്വന്തം അനുജത്തിയാ.
ഒരു ചേച്ചിയായി എന്നും നിന്റെ എല്ലാ ആവശ്യത്തിനും ഇനി ഞാനുണ്ടാവും. ഒരുപാട് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാ ചേച്ചി പറഞ്ഞത്. ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നോട് ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്താ മീര ഇത്? തെറ്റുപറ്റിയതല്ല എനിക്കാ. ഞാനാ നിന്നെ തെറ്റിദ്ധരിച്ചത്. നിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം നിനക്ക് വീതിച്ചു പോകുന്നുണ്ടോ എന്ന എന്റെ സംശയമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല. ഇനി മുന്നോട്ട് മീരയ്ക്ക് എന്താവശ്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. എന്നെ സഹായിക്കാൻ മീരയുണ്ടാവുമെന്ന് എനിക്കറിയുകയും ചെയ്യാം. ഉണ്ടാകും ചേച്ചി. അല്ലെങ്കിലും ചേച്ചിയോട് ഇതുവരെ എനിക്ക് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. ഈ വീട്ടിൽ എന്നും നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ചുണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. അതിലൊരു സംശയം വേണ്ട. പിന്നെ ഈ സാരി നീ ഉടുക്കണം. ഇനി അടുത്ത ദിവസം നമുക്കൊന്നിച്ച് ഷോപ്പിങ്ങിന് പോണം. എന്നിട്ട് മീരയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിത്തരും. അതൊന്നും വേണ്ട ചേച്ചി. അത് പറ്റില്ല. എന്നെ സ്വന്തം ചേച്ചിയായിട്ടാണ് മീര കാണുന്നെങ്കിൽ എനിക്കൊപ്പം വരണം. ശരി, ചേച്ചിയുടെ ഇഷ്ടം പോലെ. എന്നാ ചെല്ല്, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി ഫ്രഷ് ആയിക്കോ. ആ ശരി എന്നാ, ഓക്കെ. ആരാ ഹരിയേട്ട വിളിച്ചത്? മീരമോളാ. മീരമോൾ ഇന്ന് മനോജിന്റെ വീട്ടിൽ പോയിരുന്നു. വിദ്യയെ കാണാൻ പോയതായിരിക്കും. ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴും നെഞ്ചിലൊരു പെടച്ചില. അതിന്റെ കണ്ണീര് വീഴാനും ഞാൻ തന്നെയാണല്ലോ കാരണമെന്ന് ഓർക്കുമ്പോ. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ സ്വയം പഴിക്കുന്നത് ശരിയല്ലെന്ന്. സ്വയം പഴിക്കുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സത്യത്തിൽ സംഭവിച്ചതെല്ലാം എന്റെ തെറ്റ് തന്നെയായിരുന്നല്ലോ ഹരിയേട്ട. വിദ്യയെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ മീരമോള് ശ്രമിക്കുന്നുണ്ടാവും. ഈശ്വര, മീരമോൾക്ക് അതിന് സാധിക്കണേ. എന്റെ മോനെ സ്നേഹിച്ചതിന്റെ പേരില് വിദ്യ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരരുതേ. ധന്യ മീരമോളോട് എന്തെങ്കിലും പറഞ്ഞോ ഹരിയേട്ട? ധന്യക്ക് വിദ്യയെ പഴയതുപോലെ ആയി കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. സൂരജിന്റെയും വിദ്യയുടെയും ബന്ധത്തെ എതിർത്തതിന് ധന്യക്ക് ഇപ്പം വിഷമമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതെ ഇപ്പം ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അന്ന് സൂരജിന് വേണ്ടി ഞാൻ ചെന്ന് ധന്യയോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ വാശിയും വൈരാഗ്യവും എല്ലാം ഇല്ലാതായനെ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്നറിയാം. എങ്കിലും ഓരോ പ്രശ്നങ്ങൾക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെ പരിഹാരങ്ങൾ ഉണ്ടായിരുന്നാലും അതൊന്നും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ ആർക്കും പ്രയോജനമില്ലാത്ത വാശിയെ മുറുകെ പിടിച്ച് നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അല്ലേ? ഇത്രയും പ്രായവും ജീവിതപരിചയവും ഒക്കെ ഉണ്ടായിട്ടും പല കാര്യങ്ങളെയും ഞാൻ എത്ര ബാലിശമായിട്ടാ കണ്ടിരുന്നതും സമീപിച്ചിരുന്നതും. പക്ഷേ ഈ ചെറിയ പ്രായത്തിലും ഓരോ സന്ദർഭങ്ങളിലും പക്വതയോടെ ഇടപെടാനും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും മീരമോള് ശ്രമിക്കുന്നത് കാണുമ്പോ വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഹരിയേട്ട. ഇതൊക്കെ മീരയോട് പറഞ്ഞാലും അതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നതാണെന്നും ഓരോന്നും ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണെന്നേ മീര പറയുള്ളൂ. മീരയ്ക്ക് അങ്ങനെ പറയാൻ പറ്റൂ. മീരയുടെ മനസ്സ് മുഴുവൻ ഭഗവാൻ മാത്രമോ? അതെ, അതുകൊണ്ട് തന്നെയാ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം കരകയറാൻ ഈശ്വരൻ മീരമോൾക്ക് വഴികാട്ടിയാവുന്നത്. സൂരജ് തിരിച്ചു വരാനും മീരമോള് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥന ഭഗവാൻ പരിഗണിച്ചില്ലെങ്കിലും മീരയുടെ പ്രാർത്ഥന ഭഗവാൻ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് സൂരജ് തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ല ഹരിയേട്ടാ? നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹവുമെല്ലാം ഈശ്വരൻ സാധിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ ഈ ജീവിതം? ആ ഒരു വിശ്വാസത്തിലല്ലേ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്? അതെ, സൂരജ് വരുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. ആ പ്രതീക്ഷയോടെയാ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വിദ്യ,
നീ എന്തിനാ മോളെ ഏതു നേരം ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? മുത്തശ്ശിയോടോ അമ്മയോടോ എന്തെങ്കിലും സംസാരിക്കാൻ പാടില്ലേ? മുത്തശ്ശിക്കും അമ്മയ്ക്ക് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? എനിക്കങ്ങനെ ആരോടും ഒന്നും സംസാരിക്കാനില്ല. ശരി, വേണ്ട. എങ്കിൽ നിനക്ക് എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററുണ്ട്. ആ കുട്ടിയുടെ ഫ്രണ്ടും കൂടി ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സോങ് നീ ഒന്ന് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കാമോ? എനിക്ക് വയ്യ വിശാലേട്ടാ. അങ്ങനെ പറയരുത്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ള ആളവൻ. അവൻ ഒരുപാട് നാളുകൾക്ക് മുൻപ് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത്. അവന് ഞാൻ വാക്ക് കൊടുത്തു. എൻ്റെ വാക്ക് വിശ്വസിച്ച് അവര് മറ്റാരെയും ഇത് ഏൽപ്പിച്ചിട്ടുമില്ല. ഇപ്പൊ ഇന്ന് രാവിലെ അവൻ വീണ്ടും വിളിച്ചത്. ഞാൻ എങ്ങനെ നോ പറയും? ഡാൻസ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല വിശാലേട്ടാ ഞാൻ. അതെല്ലാം എനിക്കറിയാം. പക്ഷേ നീ എന്നെ ഒന്ന് സഹായിച്ചേ മതിയാവൂ. പ്ലീസ് മോളെ, പറ്റില്ലെന്ന് പറയരുത്. ഇനി എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പോലും എനിക്കറിയില്ല. എന്റെ മനസ്സില് താളമോ ലയമോ ഒന്നുമില്ല. അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ. ഈശ്വരാനുഗ്രഹമുള്ള നല്ലൊരു നർത്തകിയാ നീ. ആ അനുഗ്രഹവും കഴിവും എന്നും നിന്നിലുണ്ടാവും. സത്യത്തിൽ നീ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നൃത്തത്തിലാ. അത് നിന്റെ എല്ലാ സങ്കടങ്ങൾക്കും അവസാനം ഉണ്ടാക്കും. ജീവിതത്തിലെല്ലാം നശിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്നിരിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്നതാണ് വിജയം. ഞാൻ എന്തിനാട്ടോ ഇനി ജീവിക്കുന്നത്? അതെന്താ നീ അങ്ങനെ പറയുന്നത്? നിനക്ക് സൂര്യനെ ഇഷ്ടമായിരുന്നു. അല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ മോൾക്ക് അച്ഛനെയും അമ്മയും മുത്തശ്ശിയും എന്നെ ഇഷ്ടമല്ലേ? ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് ജീവിച്ചൂടെ മോളെ? എനിക്ക് സാധിക്കില്ല ഏട്ടാ. ചെറിയ ചെറിയ സ്വപ്നങ്ങളായി ജീവിച്ചിരുന്ന ആളാ സൂരജ്. ആ സൂരജിന്റെ ജീവിതത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങളും വന്നത് ഞാനൊരാൾ കാരണം. എന്നെ സ്നേഹിച്ചതുകൊണ്ടല്ലേ സൂരജിന് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. ഞാൻ വിളിച്ചതുകൊണ്ടാ സൂരജ് തിരിച്ചു പോന്നത്. ആ യാത്രയല്ലേ ഈ വലിയ അപകടം സൂരജിന് കൊടുത്തത്. അങ്ങനെയൊന്നും ചിന്തിച്ച് നീ വിഷമിക്കാതെ. ഇതൊക്കെ സൂരജിന്റെ ലൈഫിൽ എന്നായാലും സംഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അതൊരിക്കലും നീ കാരണമല്ല. ജീവിതത്തിലെ ദുഃഖങ്ങൾ മറക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. നിനക്കത് നൃത്തമാണ്. ഏട്ടൻ എന്താ കരുതുന്നേ? നൃത്തം ചെയ്താ ഞാൻ എന്റെ സൂരജിനെ മറക്കുന്നാണോ? ഒരിക്കലുമല്ല. സൂരജിനെ മറക്കാൻ ഈ ജന്മം നിനക്ക് സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മോള് മറക്കുകയും വേണ്ട. പക്ഷേ സൂരജ് തിരിച്ചു വരില്ലെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, തിരിച്ചു വരും എന്റെ സൂരജ്. എന്നെ തനിച്ചാക്കി പോകാൻ അവനാവില്ല. സൂരജ് തിരിച്ചു വരും. അതെ, എനിക്കും ആ വിശ്വാസമുണ്ട് മോളെ. പക്ഷേ തിരിച്ചു വരുന്ന സൂരജിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിന്റെ ഈ തകർന്ന അവസ്ഥയായിരിക്കും. ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് സൂരജ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു വേദന കൂടി കൊടുക്കാനാണോ നിന്റെ തീരുമാനം? ഞാൻ പറയുന്ന മോളൊന്നും മനസ്സിലാക്ക്. ഇനി നിനക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ ഒരു തവണ ഏട്ടനെ ഒന്ന് സഹായിക്കും മോള്. നിനക്കറിയാലോ, ഞാൻ സോഷ്യൽ മീഡിയയുടെ തുടക്കത്തിൽ അലഞ്ഞു നടന്ന പല സമയത്തും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാവൻ. ഏട്ടാ, അത് ശരി, മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏതായാലും സോങ് ഞാൻ അയച്ചിട്ടുണ്ട്. മോളൊന്ന് കേട്ടു നോക്ക്. എനിക്കറിയാം, ഞാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട്. മുത്തശ്ശിയെയും അമ്മയെയും ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. പക്ഷേ മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. മനസ്സിന്റെ ധൈര്യം നീ കൈവിടരുത്. നിന്റെ ചിരിയും സംസാരവും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ വേദനിപ്പിക്കരുത്. സ്നേഹത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കുന്നതിലോ മരിക്കുന്നതിലോ അല്ല കാര്യം. ആ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്നതിലാ. നാളെ നിന്നെ നശിപ്പിച്ച ഒന്നാണ് നിന്റെയും സൂരജിന്റെയും സ്നേഹമെന്ന ആളുകൾ പറഞ്ഞാൽ അത് നീ സൂരജിനോടും അവൻ നിനക്ക് തന്ന സ്നേഹത്തോടും ചെയ്ത തെറ്റായി മാറും. അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കി ആലോചിക്ക്.
ഞാനേതായാലും സോങ് ഇട്ടിട്ടുണ്ട്, മോളൊന്ന് കേട്ടു നോക്ക്. ഉം? ആദർശേട്ടാ, ഉം? ദാ ഈ സാരിയാ അഭിയേച്ചി എനിക്ക് സമ്മാനമായിട്ട് തന്നത്. അഭിയേച്ചിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നോ, എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ച് ഒരു സമ്മാനമൊക്കെ തരുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതാണ് അഭി. അവൾക്ക് പ്രയോജനം എവിടെ കിട്ടുന്നോ അതിനൊപ്പം നിൽക്കും. ഈസി ആയിട്ട് സ്വഭാവം മാറുകയും ചെയ്യും. അഭിയുടെ സ്നേഹം മീര കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം വിജയവും ലാഭവും മാത്രമേ അഭിയുടെ മനസ്സിലുള്ളൂ.